നീ നിന്റെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിന്നിൽ ക്രിസ്തുവില്ല. നിന്റെ സഹോദരനെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹം നിന്നിലില്ല. ക്രിസ്തു നിന്റെ ഉള്ളിൽ വസിക്കത്തില്ല. ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ സ്നേഹിച്ചേ മതിയാവത്തുള്ളൂ. ഹല്ലേലൂയ. മറിയത്തിന് ക്രിസ്തുവിനെ അറിയാൻ പറ്റിയില്ല. തോട്ടക്കാരനാണെന്നാണ് വിചാരിച്ചത്. യേശു വിളിക്കുന്നു, മറിയം. ഞെട്ടിപ്പോയി അവള്. മറിയം. അവൾക്ക് ആ ശബ്ദം സുപരിചിതമാണ്. അവൾ വിളിക്കുന്നു, റബ്ബോനി, ഗുരുവേ. അവൾ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു. ഞാൻ പറഞ്ഞത് 7 പിശാചുക്കളെ ബാധിച്ചിരുന്ന അവളിത് പുറത്താക്കപ്പെട്ടിരുന്നു. അവളിതാ ക്രിസ്തുവിൻ്റെ കല്ലറയ്ക്കൽ ആദ്യം വരുന്നു. അവൾക്കാണ് ക്രിസ്തു ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. കാരണം അത്ര അധികമായിട്ട് അവൾ ജീവന് തുല്യം യേശുവിനെ സ്നേഹിച്ചു. അവനെ എവിടെയാണ് വെച്ചിരിക്കുന്ന പറയുക, അവനെ ഞാൻ എടുത്തോണ്ട് പൊക്കോളാം. എൻ്റെ കർത്താവിനെ അവരെവിടെ എടുത്തോണ്ട് പോയി. അവളുടെ ചങ്കിലെ വിഷമായി പറയുന്നത്, എൻ്റെ കർത്താവിനെ ആരോ എടുത്തോണ്ട് പോയി. ഹല്ലേലൂയ. ഫ്രാൻസിസ് മാർപ്പാപ്പ മഗ്ദലന മറിയത്തെ ഇപ്രകാരമാണ് നമ്മൾ 4 വർഷം മുമ്പ് 4 വർഷം മുമ്പ് അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല എന്നുള്ള ഒരു പദവി കൊടുത്തു മഗ്ദലന മറിയത്തിന്. അപ്പസ്തോലരുടെ അപ്പസ്തോല. കാരണം ഉയർത്തെഴുന്നേറ്റ യേശു ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലന മറിയത്തിനാണ്. മഗ്ദലന മറിയമാണ് ആദ്യം ചെന്ന് അപ്പസ്തോലന്മാർക്ക് യേശു ഉയർത്തെഴുന്നേറ്റ കാര്യം പത്രോസിനോടും യോഹന്നാനോടും ഒക്കെ പറയുന്നത്. ഹല്ലേലൂയ. എൻ്റെ കർത്താവിനെ ആരോ എടുത്തുകൊണ്ട് പോയി. ഇനി ഈ സ്നേഹം നിങ്ങൾ ധ്യാനിച്ചാൽ മതി. നിങ്ങൾ ധ്യാനിക്കണം. ടി വിയും കണ്ട് എല്ലോ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാൻ പോകരുത്. രാത്രിയും പ്രാർത്ഥിക്കണം, പകലൊക്കെ ഇന്ന് ബൈബിൾ വായിക്കണം, ധ്യാനിക്കണം, അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ പ്രാർത്ഥനയിലേക്ക് വരിക. അതാ നിങ്ങൾ ചെയ്യേണ്ടത്. ലോകത്തിൻ്റെ എല്ലാം വിട്ടിട്ട് നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഒന്ന് ധ്യാനിച്ച് ഞങ്ങളുടെ മുൻപിൽ ജീവിക്കുന്ന, ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുന്ന, അയൽവക്കത്തിൽ ജീവിക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്. പറ്റിയിട്ടില്ല. ഹല്ലേലൂയ. ഇവിടെ ഇതേ മഗ്ദലന മറിയം ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞ് വലിയൊരു ആത്മബന്ധമാണ്, യേശുവായിട്ട് വലിയൊരു ഹൃദയബന്ധമാണ്. നമ്മളിങ്ങനെ വരണം. നമ്മൾ ഓരോരുത്തരും യേശുവുമായിട്ടുള്ള വലിയ ഒരു ആത്മബന്ധത്തിലേക്ക് കടന്നു വരണം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. അത് ഒരു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്. യേശു ഒരു സ്ഥലത്തിരുന്ന് തൻ്റെ കൈവിരൽ കൊണ്ട് എന്തൊക്കെയോ ഇങ്ങനെ മണ്ണിൻ്റെ പുറത്ത് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ ആളുകൾ ഒരു സ്ത്രീയെ അവിടെ കൊണ്ടുവന്നു. അവർ പറയുകയാണ്, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. മോശയുടെ നിയമം അനുസരിച്ച് ഇവളെ കൊല്ലണം. യേശു ഒന്നും മിണ്ടിയില്ല. യേശു ഒന്ന് മുഖം ഉയർത്തി നോക്കി, പിന്നെയും ഇരുന്ന് ഇങ്ങനെ വരച്ചോണ്ടിരിക്കുക. അവർ നിർബന്ധിച്ചു. വചനം പറഞ്ഞു, അവർ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഇവളെ കല്ലെറിഞ്ഞുള്ള മോശയുടെ നിയമമാണ്. യേശു അവളെ നോക്കി, അവളുടെ കണ്ണുകളിലൂടെ ഇറ്റുവീഴുന്ന ചുടുകണ്ണീർ. അവളുടെ പക്ഷത്തു നിൽക്കാൻ ആരുമില്ല. പാപിനിയായ അവളുടെ പക്ഷത്തു നിൽക്കാനായിട്ട് ആരുമില്ല. എല്ലാവരും അവൾക്ക് എതിരാ. എല്ലാവരും അവൾക്ക് നേരെ വിരൽ ചൂണ്ടിയിരിക്കുക. നീ പാപം ചെയ്തവളാ, നീ കല്ലെറിഞ്ഞ് വധിക്കപ്പെടേണ്ടവളാ. എല്ലാവരും അവൾക്കെതിരെ നിൽക്കുകയാണ്. യേശു അവളുടെ പക്ഷത്ത് നിന്നു. പാപിനിയായ ആ സ്ത്രീയുടെ പക്ഷം ചേരുകയായ യേശു അവളുടെ പക്ഷം ചേർന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയട്ടെ. നിങ്ങളിൽ പാപം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവളെ കല്ലെറിഞ്ഞോളാൻ പറഞ്ഞു.
ആ വചനത്തിൻ്റെ മുൻപിൽ അവിടെ കൂടിയിരുന്നവരെല്ലാം മുട്ടുമടക്കി. അവർ തോറ്റു. കാരണം അവരെല്ലാം പാപം ചെയ്തിട്ടുള്ളവരാണ്. അവർ ആ കല്ലുകളൊക്കെ അവിടെ ഇട്ടിട്ട് എല്ലാവരും പിരിഞ്ഞുപോയി. യേശു വീണ്ടും കണ്ണുയർത്തി നോക്കുമ്പോൾ കാണുന്നത് ആ പാവം സ്ത്രീ. അവർ കരഞ്ഞുകൊണ്ട് നിൽക്കുക. ഒരു കല്ലിൻ്റെ കൂട്ടമുണ്ട്. അടുത്ത ക്ഷണം യേശു ചോദിക്കുന്നു, നിന്നെ ആരും വിധിച്ചില്ലേ? ഇല്ല കർത്താവേ, എന്നെ ആരും വിധിച്ചില്ല. യേശു പറയുക, ഞാനും വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്, മേലിൽ പാപം ചെയ്യരുത്, നിന്നെ ഞാൻ വിധിക്കുന്നില്ല. അടുത്ത നിമിഷം അവൾ യേശുവിൻ്റെ കാൽക്കൽ വീഴുകയാണ്. മാനവരാശിയുടെ രക്ഷകനായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയാ. യോഹന്നാന്റെ സുവിശേഷം 3:16, 17, 18 വചനങ്ങൾ. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ ഏകജാതനെ മാനവരാശിക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ചു. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. പാപത്തിന്റെ അടിമത്വത്തിൽ, സാത്താന്റെ അടിമത്വത്തിൽ, ജഡികപാപത്തിന്റെ അടിമത്വത്തിൽ, തിന്മയുടെ ബന്ധനത്തിൽ ആയിരിക്കുന്ന ദൈവജനത്തെ വിടുവിക്കുവാൻ ദൈവം തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ശാപത്തിന്റെ, പാപത്തിന്റെ, മരണത്തിന്റെ പിടിയിൽ നിന്ന് ദൈവജനത്തെ വിമോചിപ്പിക്കാൻ വേണ്ടിയാ തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് പിതാവ് അയച്ചത്. ആരെയും ശിക്ഷിക്കാനല്ല ദൈവത്തിൻ്റെ പദ്ധതി, എല്ലാവരെയും രക്ഷിക്കുക. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായ്ക മൂലം നേരത്തെ തന്നെ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഏകജാതനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന വചനം പറയുന്നത്. ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടും. ഏകജാതനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും എന്ന് ദൈവത്തിൻ്റെ വചനം അവിടെ വ്യക്തമായിട്ട് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 22, 23, 24 തിരുവചനങ്ങൾ. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവൻ അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ് ഇത്. പിതാവിനെ ആദരിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെയും ആദരിക്കണം. പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. പുത്രനെ ആദരിക്കാത്തവൻ പിതാവിനെയും ആദരിക്കുന്നില്ല. അടുത്ത വചനം 24 ശ്രദ്ധിക്കുക. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. ഹല്ലേലൂയ. യേശു പറയുകയാണ്, ഉറപ്പിച്ചാണ് പറയുന്നത്. ഞാൻ വചനം വായിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന്
ജീവനിലേക്ക് കടന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവിധി ഉണ്ടാവുന്നില്ല. അവന് നിത്യജീവനുണ്ട്. അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നുവോ അവന് ശിക്ഷാവിധി ഇല്ല. യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, യേശു വിശ്വസിക്കുന്ന, അവൻ്റെ വചനം പാലിക്കുന്ന, അവനായിട്ട് ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിയെയും കർത്താവ് ശിക്ഷിക്കത്തില്ല. അവിടെ ഈശോ വ്യക്തമായിട്ട് പറയുകയാണ്, പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പക്ഷെ പുത്രനിൽ ആര് വിശ്വസിക്കുന്നുവോ അവന് വിധിയില്ല, അവന് നിത്യജീവനുണ്ട്, അവനെ ശിക്ഷയ്ക്ക് വിധിക്കത്തില്ല എന്ന് വചനം പറഞ്ഞിരിക്കുന്നു. നമുക്ക് നമ്മുടെ ജീവനെ കൊടുത്തുകൊണ്ട് യേശുവിനെ സ്നേഹിക്കാം. ഹല്ലേലൂയ. നമ്മൾ യേശുവിനെ ജീവന് തുല്യം സ്നേഹിക്കണം. ഹല്ലേലൂയ. ആ മഗ്ദലക്കാരി മറിയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ ഒരു ആഴം എത്ര വലുതാ. നമുക്ക് ഇതുപോലെ യേശുവിനെ ഒന്ന് സ്നേഹിക്കാനായിട്ട് ആഗ്രഹിക്കാം. അങ്ങനെ സ്നേഹിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിച്ചാലേ നമുക്ക് യേശുവിനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. യേശുവിന് വേണ്ടി ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിക്കണമെങ്കിൽ, ത്യജിക്കണമെങ്കിൽ നമ്മൾ യേശുവിൻ്റെ സ്നേഹം ആഴത്തിൽ അനുഭവിച്ച് അറിയണം. ഹല്ലേലൂയ. വലതുകരം എത്തിപ്പിടിച്ചെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവായ യേശുവേ, അങ്ങയുടെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. യേശുവേ, എന്നെ ഒന്ന് തൊടണമേ. പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം എന്നിലേക്ക് നിറയ്ക്കണമേ. രണ്ട് കരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് സ്തുതിക്കട്ടെ, ശക്തിയോടെ കരമടിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ. പോരാ, പോരാ, ശക്തിയോടെ തീക്ഷ്ണതയോടെ കരമടിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15:11 വചനങ്ങൾ. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഉണ്ടോ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ല. സഭയിൽ വലിയ ഒരു വിശുദ്ധനായ വ്യക്തിയാണ് ഫാദർ ഡാമിയൻ, സെയിൻറ്റ് ഡാമിയൻ. മാതാപിതാക്കൾ വലിയ സ്നേഹത്തിൽ വളർത്തിയ ഡാമിയൻ്റെ ചെറുപ്പകാലമൊക്കെ ഒത്തിരി നല്ലതായിരുന്നു. ഭക്തരായ മാതാപിതാക്കൾ, നല്ല കത്തോലിക്ക കുടുംബം. അദ്ദേഹത്തിൻ്റെ ബാല്യത്തിൽ തന്നെ അദ്ദേഹത്തിന് ഈ പാവപ്പെട്ടവരോട്, ദരിദ്രരോടൊക്കെ വലിയ കരുണയാണ്. അന്നൊക്കെ കുഷ്ഠരോഗികളൊക്കെ ഉള്ള കാലമാണ്. ഈ രോഗികളോടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. ഫാദർ ഡാമിയൻ ഒരു വൈദികനാകാൻ തീരുമാനമെടുത്തു. വൈദികനായി. വലിയ മരിയ ഭക്തനായിരുന്നു, ദിവ്യകാരുണ്യ ഭക്തനായിരുന്നു. അങ്ങനെ തീരുമാനമെടുത്ത് സെമിനാരി ചേർന്നു. അങ്ങനെ വൈദികനായി കഴിഞ്ഞ് മേലധികാരിയോട് പറഞ്ഞു, എനിക്ക് കുഷ്ഠരോഗികൾക്ക് വേണ്ടി സേവനം ചെയ്യണം. എൻ്റെ ജീവിത അഭിലാഷം അതാണ്, അതിനുവേണ്ടി എന്നെ അയക്കണം. അങ്ങനെ മൊളോക്കോ എന്ന ദ്വീപ്, അവിടെ കുഷ്ഠരോഗികളെ മുഴുവൻ കൊണ്ട് ആക്കുന്ന ദ്വീപാണ്. അങ്ങനെ മൊളോക്കോ ദ്വീപിലേക്ക് ഫാദർ ഡാമിയൻ ചെന്നു. അവിടെ ആതുരാലയങ്ങൾ സ്ഥാപിച്ച് കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. അനേകം കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിച്ചു, അനേകർ മരിച്ചുപോയി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. സാവധാനം ഫാദർ ഡാമിയൻ കുഷ്ഠരോഗിയായി തീരുക. അദ്ദേഹത്തിന് കുഷ്ഠരോഗം ബാധിച്ചു. രോഗിയായിട്ട് നമുക്കറിയാം, കുഷ്ഠരോഗികളെ കണ്ടിട്ടുള്ളവർക്കറിയാം, മൂക്ക് ഒക്കെ പ്രത്യേക ഷേപ്പാവും, കൈ വിരലുകളൊക്കെ ഇങ്ങനെ ദ്രവിച്ച് ചുരുങ്ങി അടന്നു പോകും, കാലും ഒരു പ്രത്യേക ഇതാവും. ഫാദർ ഡാമിയൻ ഒരു ദിവസം തൻ്റെ ആ ആലയത്തിൽ ഇങ്ങനെ ഓരോരുത്തരെ എടുക്കൽ വന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരാളുടെ അടുക്ക് വരുമ്പോൾ ഒരു മനുഷ്യൻ
മരിക്കാറായി കിടക്കുക, കുഷ്ഠരോഗിയാണ്, മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുക. ഫാദർ ഡാമിയൻ ആ കട്ടിലിൽ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു, ഈ മനുഷ്യനെ എൻ്റെ മടിയിലേക്ക് എടുത്ത് കിടത്താൻ പറഞ്ഞു. അവർ പതുക്കെ ശിരസ് ഉയർത്തി ഫാദർ ഡാമിയൻ്റെ മടിയിലേക്ക് ആ ശിരസ് വെച്ചു കൊടുത്തു. ഫാദർ ഡാമിയൻ ഇങ്ങനെ കവളെ തട്ടി വിളിച്ചു, പേര് വിളിച്ചു. ആ മനുഷ്യൻ ഇങ്ങനെ കണ്ണുകൾ തുറന്നു നോക്കി. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലൂടെ കണ്ണുനീരൊഴുകുന്നുണ്ട്. അവസാന മരണമണിക്കൂറാണ്, മരണത്തിലേക്ക് പോകുക. കണ്ണുകളിലൂടെ കണ്ണുനീരൊഴുകുന്നു. ഫാദർ ഡാമിയൻ ആ നെറ്റിയിൽ ഒരു കുരിശ് വരച്ചു. എന്നിട്ട് ഇപ്രകാരം പറയുകയാണ്, ഫാദർ ഡാമിയൻ, നിന്റെ നെറ്റിയിൽ കുരിശടയാളം വരച്ചിരിക്കുന്നു, സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളുക, സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളുക. ആ മനുഷ്യൻ സാവധാനം തൻ്റെ ആ കൈ വലത് കൈയെടുത്ത് ഫാദർ ഡാമിൻ്റെ കൈകളിലേക്ക് മുറുകെ പിടിച്ചിട്ട് പറഞ്ഞ അവസാന വാക്കുകളിതാ, ഇത് ഫാദർ ഡാമിയൻ്റെ കൈകളല്ല, ഇത് ക്രിസ്തുവിൻ്റെ കരമാണ്. ഇത് ഫാദർ ഡാമിയൻ്റെ കരമല്ല. അതായത് ആ കരങ്ങളിൽ പോലും കുഷ്ഠം ബാധിച്ചു കഴിഞ്ഞു. ആ മനുഷ്യൻ ആ കയ്യെ പിടിച്ചെന്ന് പറയും, ഇത് ഫാദർ ഡാമിയൻ്റെ കരമല്ല, ഇത് ക്രിസ്തുവിൻ്റെ കരമാണ്. ആ മനുഷ്യൻ തൻ്റെ നെഞ്ചിലേക്ക് ആ കരം ചേർത്ത് വെച്ചിട്ട് കണ്ണുകളടച്ച്, ആ കണ്ണിലൂടെ കണ്ണുനീരൊഴുകുന്നുണ്ട്, കണ്ണടച്ചു, മരിക്കുകയാണ്. ഇത് ഫാദർ ഡാമിയന്റെ കരമല്ല, ഇത് ക്രിസ്തുവിന്റെ മുറിവേറ്റ കരമാ. ഹല്ലേലൂയ. ആ മനുഷ്യൻ തൻ്റെ ജീവനെ ദൈവകരങ്ങളിൽ കൊടുത്തിട്ട് യാത്രയാവുകയാണ്. ആ കുഷ്ഠരോഗികളെ ജീവന് തുല്യം ജീവൻ കൊടുത്തുകൊണ്ട് ഫാദർ ഡാമിയൻ സ്നേഹിച്ചു. സ്നേഹത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിന് വലിയ സ്നേഹമില്ല. ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരെയും സ്നേഹിച്ചേ മതിയാവത്തുള്ളൂ, എല്ലാവർക്കും നന്മ ചെയ്തേ മതിയാവത്തുള്ളൂ, ഞങ്ങളെ ഉപദ്രവിച്ചവരോട് നിങ്ങൾ ക്ഷമിച്ചേ മതിയാവത്തുള്ളൂ. ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട് നമ്മൾ നിറയണം. ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ലക്ഷ്യം അത് തന്നെയായിരിക്കണം. എനിക്ക് കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നിറയണം, അവൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞു ജീവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈയിടെ ഞാൻ ഒരു മരണ വീട്ടിൽ പോയി. മരണ വീട്ടിൽ ചെന്ന് മരിച്ച ആ വ്യക്തി വർഷങ്ങളായിട്ട് രോഗിയായിട്ട് കിടപ്പായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലുള്ള ബാക്കിയുള്ളവർ പറയുകയാണ്, അത് ആ വീട്ടിലെ ഇളയ അനിയൻ, ആ വീട്ടിൽ താമസിക്കുന്ന അനിയൻ്റെ ഭാര്യ, ചേട്ടന്മാരവരെന്നോട് പറയുക, ബ്രദറെ, അതായത് ഇളയ അനിയൻ്റെ ഭാര്യ, അപ്പം മറ്റേതോ വീട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ടുവന്നൊരു മകളാ. അവർ പറയുകയാണ്, ഈ അമ്മയെ വർഷങ്ങളായിട്ട് ഒരു മകൾ നോക്കുന്നതിലും വലിയ സ്നേഹത്തോടെ ഒരു പരാതിയും കൂടാതെ വർഷങ്ങളായിട്ട് കിടപ്പിൽ കിടന്ന ഈ അമ്മയെ ശുശ്രൂഷിച്ചത് ഈ മകളാണ്. കിടപ്പിൽ മലമൂത്ര വിസർജനം ഒക്കെ ആയിട്ട് കിടന്ന പ്രായമുള്ളൊരു അമ്മച്ചിയാണ്. അവർ പറയുകയാണ്, ചേട്ടന്മാർ പറയുകയാണ്, ഇവള് അമ്മയെ അതുപോലെ സ്നേഹിച്ചു, അമ്മയെ ശുശ്രൂഷിച്ചു, ഞങ്ങൾക്ക് ആർക്കും ഒരു പരാതിയും പറയാൻ എല്ലാവരും പറയുകയാണ്, അത്രമാത്രം സ്നേഹം കൊടുത്തു. അങ്ങനെ ചെയ്യാൻ സാധിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് കർത്താവിൻ്റെ സ്നേഹം നിറയണം. ആ സ്നേഹം നിറയാൻ വേണ്ടി നമുക്ക് ദാഹിക്കാം. ഈശോയെ, അങ്ങയുടെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണം, അങ്ങയുടെ സ്നേഹമാണ് എനിക്ക് വേണ്ടത്, അങ്ങയുടെ ഒരു സ്നേഹത്തിൻ്റെ ഒരു അഭിഷേകം എനിക്ക് വേണം, എല്ലാവരെയും ജീവനതുല്യം സ്നേഹിക്കുവാൻ ഒരു കൃപ എനിക്ക് വേണം. അതിനുവേണ്ടി നമുക്ക് തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. യേശു പാപികളെയും നല്ലവരെയും കള്ളന്മാരെയും വ്യഭിചാരികളെയും തെമ്മാടികളെയും തോന്നിവാസം കാണിക്കുന്നവരെയും എല്ലാവരും അവൻ സ്നേഹിക്കുന്നു. അവൻ്റെ ഹൃദയത്തിൽ എല്ലാവർക്കും ഇടമുണ്ട്. യേശുവിന് ആരെയും ഉപേക്ഷിക്കാനോ തള്ളിപ്പറയാനോ പറ്റില്ല. അത്രമാത്രം അവൻ സ്നേഹമാണ്. യേശു സ്നേഹമാണ്. ആ സ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റമുണ്ടാവട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നാളും നീ
അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.